നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ പന്തീരങ്കാവ് ടോൾ പ്ലാസന്റെ തൊട്ടടുത്താണ്. അതായത് പാലാഴി ഹൈലൈറ്റ് മാളിൽ നിന്ന് വരുമ്പോൾ പന്തീരങ്കാവ് ടോൾ പ്ലാസ കൊടുക്കാതെക്കാൻ വേണ്ടിയിട്ട് സർവീസ് റോഡിലേക്ക് കയറിയിട്ട് അടിയിൽ കൂടെ പോകുന്ന ഒരു അണ്ടർപാസിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഈ റോഡ് എത്തുന്നത് നേരെ തിരുത്തിൻതാഴം ഭാഗത്തു കൂടെ വന്നിട്ട് നമ്മളെ പന്തീരങ്കാവ് ടോൾ പ്ലാസ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സ്ഥലത്താണ് എത്തുന്നത്. ഈ ഭാഗത്തുള്ള ആളുകൾക്ക് കംപ്ലീറ്റ് ബുദ്ധിമുട്ടായിരിക്കും. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈ ഭാഗത്തൂടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഒരു കല്യാണോ അല്ലെങ്കിൽ വേറെന്തെ ഫംഗ്ഷനോ ഒരു ഹോസ്പിറ്റൽ കേസോ ഒന്നിനും ഇവിടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഫുള്ള് ബ്ലോക്കായി കിടക്കാണ്. ഒരു വണ്ടി അങ്ങോട്ട് പോകാനുള്ള സാധാരണ നാട്ടിൻപുറത്തേക്കുള്ള റോഡാണ്. അതിലാണ് ആളുകൾ കംപ്ലീറ്റ് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കൊണ്ടുവരുന്നത്. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ മാത്രമല്ല പന്തിരങ്കാവില് ഫുൾ ടൈം ബ്ലോക്കാണ്. പന്തിരങ്കാവ് അങ്ങാടിയിലും കുന്നത്തുപാലം ഒളവണ്ണ ജംഗ്ഷൻ അങ്ങനെ പോയിട്ട് പൊക്കുന്ന് വരെ ബ്ലോക്കാണ്. അപ്പൊ ഇത്രയും നല്ലൊരു ഹൈവേ ഉണ്ടാക്കി എടുത്തിട്ട് ഒരു ടോൾ പ്ലാസയിൽ ടോള് കൊടുക്കാതെ കണ്ണും വെട്ടി ചീല പോയിട്ട് എന്ത് പ്രയോജനമാണ്? ഈ റോഡിന്റെ അവസ്ഥ അല്ലെ പന്തിരങ്കാവ് ആ ഭാഗത്തുള്ള റോഡിന്റെ ഒക്കെ അവസ്ഥകളൊക്കെ അറിയാം. ഇതിലൂടെ പോകുമ്പോൾ ടയർ തേയ്മാനോ, വണ്ടിന്റെ സസ്പെൻഷൻ, ഡീസൽ, നമ്മളെ സമയം, ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ടോൾ പ്ലാസ കൂടെ ഇത്രയും നല്ലൊരു മനോഹരമായ റോഡ് ഉണ്ടാക്കി തന്നിട്ട് പോകാൻ പറ്റുന്നില്ല. അതും ഇതിലെ പോകുന്ന വണ്ടികളോ ചെറിയ വണ്ടികളല്ല, വലിയ വലിയ ബെൻസ്, BMW, വോൾവോ, അങ്ങനത്തെ ഓടി, അങ്ങനത്തെ വലിയ വലിയ വണ്ടികളാണ് ഇതിൽ കൂടെ കട്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ ഒരു ഫാസ്ടാഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലെ പോവാം. എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ നാട്ടുകാരെ ബുദ്ധിമുട്ടാക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും വെറുത്തുക്കണം ഈ ഭാഗത്തുള്ള ഹൈവേ വന്നതോടുകൂടി കംപ്ലീറ്റ് ആളുകൾക്കും പ്രോബ്ലംസ് ആയി ഈ ഭാഗത്തുള്ള. ഈ റോഡിന്റെ ദയനീയാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയാം. ഞാൻ കാണിച്ചു തരാം. ഈ റോഡ് മൊത്തം കുണ്ടും കുഴിയാണ്. അവിടെ ഒരു പാലുണ്ട്. ഒരു വണ്ടി അങ്ങോട്ട് പോകാൻ മാത്രമുള്ള ഒരു ചെറിയ പാലാണ്. വലിയ വലിയ പൈസ കൊടുത്തത്, അത് 10, 20, 30 ലക്ഷം ഉറുപ്പിക എടുത്തിട്ട് പുതിയ വണ്ടി എടുത്ത ആൾക്കാർ വരെ ഇതിലെയാ പോകുന്നത്. ഒരു ചെറിയ പൈസ നല്ലൊരു ഹൈവേ ഉണ്ടാക്കിയിട്ട് ടോള് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് ഇവർക്ക് അവസ്ഥ? ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ പാലം, ചെറിയ പാലം. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരൊറ്റ വണ്ടി മാത്രമേ പോവുള്ളൂ. ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ഫുള്ള് ബ്ലോക്കാണ് ഈ റൂട്ട്. ഈ റോഡൊക്കെ ഇപ്പൊ ഈ ഹൈവേ വന്നതിന് ശേഷം നാശമായതാ. കാരണം ലോഡും വണ്ടി കംപ്ലീറ്റ് ഇതിലാ പോകുന്നത്. പാലം എന്നാണ് പൊളിഞ്ഞു വീകാന്നുള്ളത് നമുക്ക് അറിയില്ല. ഇതിലെ വരുന്ന ആളുകളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ടോള് കൊടുത്തിട്ട് ഫാസ്ടാഗ് എത്രയും പെട്ടെന്ന് എടുത്തിട്ട് ഹൈവേക്ക് തന്നെ പോകാൻ മാക്സിമം ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ ടോൾ പ്ലാസ കട്ട് ചെയ്തിട്ട് പന്തീരങ്കാവ് സർവീസ് റോഡിലേക്ക് എത്തുന്ന ഭാഗത്ത് നമ്മളുള്ളത്. ഇവിടെ കൽവെട്ടിന്റെയും അതേപോലെ തന്നെ റോഡ് പണിയും നടക്കുകയാണ്. അപ്പൊ ഇതിലെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലോക്ക് ആവും. ഇവിടെ ഇപ്പൊ ഇന്ന് കുറച്ച് സമയം മുന്നേ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ഇപ്പം ബ്ലോക്ക് ഒഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് നിങ്ങൾ പെടും. അതുകൊണ്ട് ഹൈവേ പോയിട്ട് ടോള് കൊടുത്ത് നേരെ വേഗം വീട്ടിലേക്ക് വെച്ച് പിടിക്കാൻ നല്ലത്.